ഒരു ഫിഷ് ബിരിയാണി അടിക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ട് നമുക്കിന്നൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കി തിന്നാം. അങ്ങനെ നമ്മൾ മീൻ വാങ്ങാനായിട്ട് പറമ്പോക്ക് ചന്തയിലേക്ക് പോവുകയാണ്. പറമ്പോക്ക് ചന്തയിൽ എല്ലാം കിട്ടും, എല്ലാം മീൻ, പച്ചക്കറി, മലക്കറികളെല്ലാം കിട്ടും. നമ്മളാ കാണുന്ന 3 കിളിമീനാണ് വാങ്ങിയത്. കിളിമീൻ അഥവാ ചെങ്കലവ 3 എണ്ണം 300 രൂപ. ഇതാണ് ഇവിടുത്തെ ഒരു ബഹളം എന്ന് പറയുന്നത്. ഒരു രസമാണ് കേട്ടോ ഇത് കേട്ടോണ്ടിരിക്കാനായിട്ട്. ഇവിടെ മരണം പണിയെടുക്കുന്ന ചേട്ടന്മാരാണ്. ഓക്കെ, ടൈം സ്ലാപ്പ്. ഈ 3 മീനാണ്. കണ്ട ചെറുതായിട്ടൊന്നെങ്കിലും വലുതാണ് കേട്ടോ. ഇതെൻ്റെ ഒരു വെറൈറ്റി ട്രാൻസിഷനാണ്. എങ്ങനെയുണ്ട് ഫോൺ ഇങ്ങനെ കമത്തി വെച്ചിട്ട് അതിൻ്റെ മണ്ട കരിയിട്ട് കൊടുക്കുന്നത്. അജിമിയുടെ കൈമ റൈസ് ഫ്രീ പ്രൊമോഷനാണ്. വയറിലായി കഴിഞ്ഞാൽ കായും കയറണേ. പിന്നെ അതുകൊണ്ട് ഈ സവാളയും തക്കാളിയും അരിയാൻ വേണ്ടിയിട്ടൊരു ഈ എളുപ്പ വഴിയാണ്. ഒറ്റ സ്നാപ്പ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഒറ്റ സ്നാപ്പായി കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞ് കിട്ടും. ഒരുപാട് സ്നാപ്പ് ആക്കരുത്, കുഞ്ഞുകുനാന്നായി പോവും. അതിനുശേഷം നമ്മൾ നമ്മുടെ മീനെടുത്തിട്ട് വറുത്തു. അതിനുശേഷം നമ്മൾ മസാല ഉണ്ടാക്കി. ഈ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ ഒരു 100,000 വീഡിയോ ഉണ്ട്. ഞാൻ വെറുതെ ഇതിനെ 101ാമത്തെ വീഡിയോ ആക്കുന്നത്. അതുകൊണ്ട് അത് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നുമല്ല, നമ്മൾ വെറുതെ തിന്നുന്നത്. അതിനുശേഷം നമ്മൾ മസാലയ്ക്കകത്തോട്ട് മീനിട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ലെയറായിട്ട് ദമ്മിടാൻ പോവുകയാണ്. അതിൻ്റെ മുകളിൽ നമ്മൾ ചോറൊക്കെ ഇട്ട് കൊടുത്തു. ആരോ ദമ്മ് പൊട്ടിച്ചിരുന്നു. അതിൽ കുറച്ച് ശേഷമുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ഞാൻ പിന്നെ എനിക്ക് തിന്നാൻ വേണ്ടിയിട്ടുള്ള ചോറ് ഞാനെടുത്ത് മാറ്റുന്ന രംഗമാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ഇങ്ങനെ വടിച്ചൊക്കെ വെച്ച് ശേഷം അതിനകത്തുള്ളൊരു നല്ലൊരു മീൻ നോക്കിയെടുത്ത് കുറച്ച് സലാഡൊക്കെ എടുത്തിട്ട് വെളിക്ക് വന്നൊരു ഷോട്ട് എടുത്ത്. എങ്ങനെയുണ്ട് ഷോട്ട്? കൊള്ളാലോ അല്ലേ? ഇനി തിന്നാം നമുക്ക്. അതിന് വേണ്ടിയിട്ട് മീനിൽ നിന്ന് അല്പം പിച്ചിയെടുത്തു, സലാഡ് കുറച്ചെടുത്തു. ഇനി ഫ്രണ്ട് ക്യാമറ ഒന്ന് ഓണായിക്കോട്ടെ. അതിനുശേഷം നിങ്ങൾക്ക് കാണാം എന്നെ. എങ്ങനെയുണ്ട് സംഭവം? കൊള്ളാം കേട്ടോ. സംഭവം അങ്ങ് ഭയങ്കര സംഭവമൊന്നുമല്ല, എന്നാൽ കൊള്ളത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. ഈ ബിരിയാണി വളരെ നന്നായിട്ടുണ്ട്. പിന്നെ ഈ ബിരിയാണി ഉണ്ടാക്കാൻ എന്നെ സഹായിച്ചത് എൻ്റെ ഭാര്യ, എൻ്റെ ചേട്ടൻ്റെ ഭാര്യ. അവർ രണ്ടുപേരുമാണ്. എനിക്ക് വേണ്ട ഈ ക്രെഡിറ്റ്. നിങ്ങളുണ്ടാക്കിയാന്ന് ഞാൻ പറഞ്ഞേക്കാം. ശരി, അവരുണ്ടാക്കിയതാണ്. അപ്പോൾ താങ്ക് യു.